സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗം ചേർന്നു. പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി ഞങ്ങളുടെ മുൻപാകെ വെച്ചു. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് തീരുമാനമെടുത്തു. ഇപ്പോൾ 2 മണിക്കും 3 മണിക്കും ഇടയിൽ അദ്ദേഹം പാർട്ടിയുടെ എല്ലാ മുതിർന്ന നേതാക്കളും നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും നിർദ്ദേശത്തോടു കൂടിയിട്ടുള്ള നാമനിർദ്ദേശ പത്രികയായിരിക്കും ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് സമർപ്പിക്കാൻ പോകുന്നത്. വേറെ ഏതെങ്കിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഏകകണ്ഠമായിരിക്കും. പക്ഷേ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപനം വരണാധികാരിയായിട്ടുള്ള ശ്രീ പ്രഹ്ലാദ് ജോഷിജി ഇന്ന് വൈകിട്ടെത്തിയതിനു ശേഷം നാളെ രാവിലെ സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ വെച്ച് നടക്കും. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ കേരളത്തിലെ ദൈനംദിന രാഷ്ട്രീയ വിഷയങ്ങളിൽ അങ്ങനെ ഇടപെടുന്ന ആളല്ല. പക്ഷേ അദ്ദേഹം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതാണോ അദ്ദേഹത്തിന് അനുകൂല ഘടകം? അല്ല, അദ്ദേഹം വർഷങ്ങളായിട്ട്, അതായത് ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അത് അറിയുകയും ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം. ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. പാർട്ടിയുടെ അത്തരത്തിലുള്ള യോഗങ്ങളിൽ നേരിട്ടും ഓൺലൈനായിട്ടും അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതിനു പുറമെ അദ്ദേഹം കഴിഞ്ഞ ഏതാണ്ടൊരു 2-3 ടേം അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒരാളാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആശങ്ക എനിക്ക് ഏതായാലും ഇല്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിയുമ്പോൾ വളരെ വൈകാതെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നു. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ഒരു തരത്തിലുള്ള അങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് പ്രശ്നം ഉണ്ടാവുമായിരുന്നെങ്കിൽ കേരളത്തിലെ സംസ്ഥാന കോർ ഗ്രൂപ്പിലെ മുഴുവൻ ആളുകളും ഏകകണ്ഠമായിട്ട് ഈ ഒരു തീരുമാനത്തിൻ്റെ പിന്നിൽ നിൽക്കില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ആശങ്കയും ഒരു തരത്തിലുള്ള സംശയവും ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കന്മാരിൽ ആർക്കുമില്ല. പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ ആർക്കെങ്കിലും ഉള്ളതായിട്ട് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഏകകണ്ഠമായിട്ട് തീരുമാനമെടുത്തു. ഒറ്റക്കെട്ടായി ഭാരതീയ ജനതാ പാർട്ടി ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കൂടുതൽ ഊർജിതമായിട്ട് നീങ്ങും. കാരണം ആ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ആ പ്രവർത്തനങ്ങളുടെ തുടക്കം ഇടാൻ വേണ്ടിയിട്ടുള്ള ആലോചനകളിൽ ശ്രീ രാജീവ്ജിയും പങ്കാളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെയുള്ള പ്രവർത്തനങ്ങളല്ല ഇത്രയും കാലം നടന്നത്. ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടി പങ്കാളിത്തത്തോടുകൂടി തന്നെയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ആ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കേണ്ടത് ആളാരാണെന്നുള്ളത് വ്യക്തമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ മുന്നോട്ട് പോകും. ഒരു കാര്യം വ്യക്തത വരുത്താൻ വേണ്ടി, അതായത് ഈ വർക്കിംഗ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തുന്ന ബി.ജെ.പിയുടെ ഭരണഘടനയിൽ അങ്ങനെ ഒരു കാര്യമില്ല. മാത്രമല്ല ഞങ്ങളുടെ ഇന്നത്തെ ചർച്ചയിൽ അങ്ങനെ ഒരു ആലോചനയോ നിർദ്ദേശമോ അഭിപ്രായമോ ആവശ്യമോ ആരും ഉന്നയിച്ചിട്ടില്ല.